തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിന് പകരമായിട്ട് നട്ട്സ് പ്രിഫർ ചെയ്യാറുണ്ട്. നട്ട്സിൻ്റെ ഗുണങ്ങൾ ചിലപ്പം എല്ലാവർക്കും തന്നെ അറിയില്ല. എസ്പെഷ്യലി ഈ വാൽനട്ട്സിൻ്റെ ഗുണങ്ങളൊന്നും ആർക്കും തന്നെ അറിയാതെ ആയിരിക്കാം നിങ്ങൾ ആ ഒരു ഡയറ്റ് പ്ലാനിൽ അത് ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നട്ട്സിൻ്റെ ഗുണങ്ങൾ, എസ്പെഷ്യലി വാൽനട്ട്സിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ അതെങ്ങനെ കഴിക്കണം, ഏതൊക്കെ ഫോമിൽ നമുക്കത് കഴിക്കാം എന്നും കൂടി നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരു നേരത്തെ ആഹാരത്തിന് പകരമായിട്ട് ഫ്രൂട്ട് സാലഡ്സും വെജ് സാലഡ്സും അതേപോലെ 11 മണി ചായ ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് നമ്മൾ നട്ട്സ് പ്രിഫർ ചെയ്യാറുണ്ടല്ലേ. ഇപ്പം നട്ട്സ് എന്ന് പറയുമ്പം ഒരുപാട് നട്ട്സ് കാറ്റഗറീസ് ഉണ്ട്. അതായത് ഇപ്പം വാൽനട്ട്സ്, ബദാം, കാഷ്യൂ, പിസ്ത, അങ്ങനെ കുറേ നട്ട്സ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് വാൽനട്ട്സ് എന്ന് പറയുന്നത്. വാൽനട്ട്സിൻ്റെ ഷേപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് നമ്മളെ ബ്രെയിനിൻ്റെ ഒരു സ്ട്രക്ചറായിട്ട് സിമിലർ ആണ്. അതായത് വാൽനട്ട്സ് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് 2 പാളികളായിട്ടല്ലേ അത് കാണപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ സിമിലാരിറ്റി നമ്മളെ ബ്രെയിനുമായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് വാൽനട്ട്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ഇതിൽ ധാരാളം ഹെൽത്തി ഫാറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പം നമ്മളെ ബോഡിയിൽ omega-3 ഫാറ്റി ആസിഡ്സ് ആണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. അതായത് ഇത്തരം നട്ട്സിലും സീഡ്സിലും എല്ലാം കാണപ്പെടുന്നുണ്ട്. പക്ഷേ omega-6 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ അത് ഇത്തരം വെജിറ്റബിൾ ഓയിൽസിലാണ് കാണപ്പെടുന്നത്. അത് നമ്മൾ എക്സസൈസ് കൺസ്യൂം ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു തരം ടോക്സിസിറ്റി ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇത്തരം ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള വാൽനട്ട്സ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പം അത് നമ്മൾ ഓൾ ടുഗദർ ആയിട്ടുള്ള ബോഡിയിലുള്ള എല്ലാ ഡിഫോമിറ്റീസിനെയും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് എല്ലാ ടോക്സിൻസിനെയും റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഹെൽത്തി ഫാറ്റ്സ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പം നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന ആ ഒരു കൊളസ്ട്രോൾ ഇംബാലൻസ് വരെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കൊളസ്ട്രോൾസ് എന്ന് പറയുമ്പം ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസും ഉണ്ട്. ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് അഥവാ LDL ബാഡ് കൊളസ്ട്രോൾ എപ്പോഴും നമ്മൾ നിയന്ത്രിച്ച് നിർത്തുകയും HDL കൊളസ്ട്രോൾ നമ്മൾ കൂട്ടാനും സഹായിക്കേണ്ടതാണ് ഈ വാൽനട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡെയിലി ഒരു 2-3 വാൽനട്ട്സ് വെച്ച് കഴിക്കാവുന്നതാണ്. എസ്പെഷ്യലി ഈ സ്മോക്കിംഗ് അഡിക്ഷൻസ് ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് വാൽനട്ട്സ് എന്ന് പറയുന്നത്. കാരണം സ്മോക്കിംഗ് എന്ന് പറയുന്നത് എന്താ, അതൊരു തരം ബാഡ് ഹാബിറ്റ്സ് ആണ്. അത് നമ്മളെ രക്തക്കുഴലുകളെ ഡാമേജ് ആക്കുകയും രക്തക്കുഴലുകൾക്ക് ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലങ് ക്യാൻസർ, അതേപോലെ തന്നെ ഹൃദയാഘാതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനും അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിൻ്റെ ആ ഒരു സ്ട്രക്ചർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ബ്ലോക്ക് ടെൻഡൻസി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബ്രെയിനിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും എല്ലാം നമുക്ക് വാൽനട്ട്സ് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതേപോലെ തന്നെ ഇതിൽ ധാരാളം സെലീനിയം, അതായത് മൈക്രോ ന്യൂട്രിയൻസിൽ വരുന്ന സെലീനിയം അടങ്ങിയിട്ടുണ്ട്. സെലീനിയത്തിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് നമ്മളെ തൈറോയിഡ് ഹെൽത്ത് സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ്. തൈറോയിഡ് ഹെൽത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ സെലീനിയം അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ സെലീനിയം അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് വാൽനട്ട്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പുരുഷന്മാരിൽ എന്തെങ്കിലും സെക്ഷൽ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി സ്പേം കൗണ്ട് ഒക്കെ കുറവാണെങ്കിൽ, സ്പേം മോട്ടിലിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് സെലീനിയം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ കംപ്ലയിൻസോ അല്ലെങ്കിൽ പ്രിമച്ചർ ഇജാക്കുലേഷൻ കംപ്ലയിൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു കംപ്ലയിൻസിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് സെലീനിയം. അപ്പം വാൽനട്ട്സ് നിങ്ങൾ ഡെയിലി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അത്തരം സെക്ഷൽ കംപ്ലയിൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ശരീരത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ടിനെ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതാണ് വാൽനട്ട്സ് എന്ന് പറയുന്നത്. അതായത് ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഫ്രീ റാഡിക്കൽസും അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ശരീരത്തിൽ എന്തെങ്കിലും സ്വെല്ലിംഗ്, എസ്പെഷ്യലി റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ജോയിൻറ്റ് കംപ്ലയിൻസ് ഒക്കെ പ്രോമിനൻ്റ് ആയിട്ടുള്ള കേസസിൽ ഡെയിലി നിങ്ങൾക്ക് ഒരു 2-3 വാൽനട്ട്സ് വെച്ച് കഴിക്കാവുന്നതാണ്. അത് നമ്മളെ ഗട്ട് ഫ്ലോറ സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ്. ഒരു ഗുഡ് പ്രോബയോട്ടിക്സ് എന്നൊക്കെ പറയാം. എന്നാൽ നമ്മൾ ആ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ്. ഈ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, എസ്പെഷ്യലി ഗ്യാസ് ട്രബിൾസ്, ബ്ലോട്ടിംഗ് കംപ്ലയിൻസ്, കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, നെഞ്ചെരിച്ചിൽ, ഇതിനെല്ലാം ഇത്തരം നട്ട്സിൽ വരുന്ന വാൽനട്ട്സ് യൂസ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും
അതേപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡ്രൈനെസ് കംപ്ലയിൻസ്, ഹെയർ ഫോളിൻ്റെ കംപ്ലയിൻസ്, ഡാൻഡ്രഫ് ഇഷ്യൂസ് എല്ലാം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇത് ബ്രെയിനിൻ്റെ സ്ട്രക്ചറായിട്ട് സിമിലാരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രെയിനിൻ്റെ ആ ഒരു കോർഡിനേഷൻ, നെർവ് കോർഡിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം സ്മൂത്ത് ആക്കാൻ വാൽനട്ട്സിനെ കൊണ്ട് സഹായിക്കുന്നതാണ്. അതായത് ഈ അൾഷൈമേഴ്സ് ഡിസീസ്, ഏജിങ് ഡിസീസ് ആയിട്ടുള്ള അൾഷൈമേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഡിമെൻഷ്യ, ഓർമ്മക്കുറവിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളാണ്. അതായത് ബ്രെയിനിൻ്റെ അകത്ത് ഉണ്ടാവുന്ന നെർവ്സ് എല്ലാം വീക്കായിട്ട് അല്ലെങ്കിൽ അതിൽ പ്ലേഗ്സ്, അതായത് ഒരു തരം ഫാറ്റി ഡിപ്പോസിഷൻസ് കാരണം ആ ഒരു സർക്കുലേഷൻസ് കറക്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഹെമിസ്ഫിയേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് കറക്റ്റ് ആവുക വരുമ്പോഴാണ് ഈ അൾഷൈമേഴ്സ് പോലത്തെ കംപ്ലയിൻസ് തുടങ്ങുന്നത്. അപ്പോൾ അത്തരം കംപ്ലയിൻസ് എല്ലാം റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് വാൽനട്ട്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പാർക്കിൻസണിസം, ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഓൾമോസ്റ്റ് എല്ലാം ഫീമെയിൽസിലും മെയിൽസിലും ഒരേപോലെ കാണപ്പെടുന്ന ഒന്നാണ് പാർക്കിൻസണിസം എന്ന് പറയുന്നത്. അതായത് ഒരു തരം ന്യൂറൽ ഡിസോർഡർ ആണ്. അതായത് ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻസ് കൃത്യമാവാതെ വരുമ്പോൾ നാഡികളെല്ലാം തളർന്നു പോവുകയും അത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സർക്കുലേഷൻ കിട്ടാതെ വരികയും മസിൽ കോർഡിനേഷൻസ് ഡാമേജ് വരികയും നമുക്ക് ഒരു തരം ഒരു ട്രമ്മർ അല്ലെങ്കിൽ ട്രബിളിംഗ് എന്നുള്ള ആ ഒരു കംപ്ലയിൻസ് തുടങ്ങുന്നതാണ്. അതാണ് പാർക്കിൻസണിസം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കംപ്ലയിൻസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് വാൽനട്ട്സ്. അതായത് ഓൾ ടുഗദറായിട്ട് നമ്മളെ ബ്രെയിൻ ഹെൽത്തും അതേപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ദഹന വ്യവസ്ഥ സ്മൂത്താക്കാൻ സഹായിക്കുന്നതാണ് വാൽനട്ട്സ്. ക്യാൻസർ കംപ്ലയിൻസ് ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ, കോളോറെക്ടൽ ക്യാൻസർ, പ്രോസ്ട്രേറ്റ് ക്യാൻസർ, ഇത്തരം ക്യാൻസറിനെ എല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് വാൽനട്ട്സ്. എസ്പെഷ്യലി പ്രോസ്ട്രേറ്റ് കംപ്ലയിൻസ് ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്ന് തന്നെയാണ്. അതായത് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ നീർക്കെട്ട് വരിക അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻലാർജ്മെൻറ്റ് കാരണം അതിലൂടെ കടന്നു പോകുന്ന യുറേത്രൽ ട്യൂബിന് കംപ്രഷൻ വരികയും യൂറിനറി മൂത്ര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രോമിനൻ്റ് ആയിട്ട് വരികയും ചെയ്യുന്നു. എൻ്റെ ക്ലിനിക്കിലാവട്ടെ ഒരുപാട് കേസസ് ഇങ്ങനെ കണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പം നിങ്ങളെ റോങ് ലൈഫ് സ്റ്റൈലും അതേപോലെ തന്നെ വ്യായാമമില്ലാത്തൊരു അവസ്ഥയാണ്. ലക്ഷണങ്ങൾ പലതായിട്ടും പല രീതിയിലും ആളുകൾ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അതായത് എസ്പെഷ്യലി യൂറിൻ കംപ്ലയിൻസ് നോക്കുവാണെങ്കിൽ ഒരു അർജിങ്, ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാനുള്ള ഒരു കംപ്ലയിൻസ് ഉണ്ടാവുക, യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു അൺസാറ്റിസ്ഫാക്ടറി ഫീലിംഗ് ഉണ്ടാവുക, ഇനിയും പോവണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുക. ഇൻ കേസ് യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു ഡ്രിബ്ലിംഗ്, ഉറ്റി എഗെയിൻ യൂറിൻ പോകുന്നൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. അടിവയറ്റുന്ന ഒരു ഭാരം ഫീൽ ചെയ്യുക, യൂറിൻ്റെ അകത്ത് പദം നിറയുന്ന ഒരവസ്ഥ, യൂറിൻ കൂടുതലായിട്ടും സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുക. ഇതൊക്കെയാണ് കോമൺലി കണ്ടുവന്നിട്ടുള്ള പ്രോസ്ട്രേറ്റ് കംപ്ലയിൻസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പ്രോസ്ട്രേറ്റ് ക്യാൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു PSA, പ്രോസ്ട്രേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ക്യാൻസർ സ്റ്റേജിലാണോ എന്ന് അറിയാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു വയറിൻ്റെ സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ ബിനൈൻ ആണോ മാലിഗ്നൻ കേസ് ആണോ എന്നും അതിലൂടെ അറിയാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറും കോളോറെക്ടൽ ക്യാൻസറും ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവന്നിട്ടുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രസ്റ്റിൻ്റെ അവിടെ ഒരു ലംബ് ഫീൽ ചെയ്യുക, ഒരു തരം പെയിൻ ഫീൽ ചെയ്യുക, ഒരു ഡിസ്ചാർജസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ഇനീഷ്യൽ ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതിന് നിങ്ങൾക്ക് ഒരു മാമോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ എന്ന് അതിലൂടെ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരം 3 ടൈപ്പ് ഓഫ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ വാൽനട്ട്സ് സഹായിക്കുന്നതാണ്. എസ്പെഷ്യലി ബ്രസ്റ്റ് ക്യാൻസർ, കോളോറെക്ടൽ, പ്രോസ്ട്രേറ്റ് ക്യാൻസർ ഒക്കെ വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഒരു 4, 5 അല്ലെങ്കിൽ 2, 3 എന്നുള്ള രീതിയിൽ വാൽനട്ട്സ് കഴിക്കാവുന്നതാണ്. അതൊരു എക്സസൈസിൻ്റെ അല്ലെങ്കിൽ വർക്കൗട്ടിൻ്റെ മുന്നേ ആണെങ്കിൽ ഫാറ്റ് മെറ്റബോൾസ് ഈസി ആക്കുക അല്ലെങ്കിൽ കലോറീസ് ഈസി ആയിട്ട് ബേൺ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ളതാണ് വാൽനട്ട്സ് എന്ന് പറയുന്നത്. ഏകദേശം 25 ഗ്രാംസ് ഓഫ് വാൽനട്ട്സിൻ്റെ അകത്ത് ഏകദേശം ഒരു 4 to 5 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. ഏകദേശം 2 or 3 മുട്ട കഴിക്കുന്നതിൻ്റെ അതേ ക്വാണ്ടിറ്റി തന്നെ, അതേ അളവിലുള്ള പ്രോട്ടീൻസ് തന്നെയാണ് ഈ ഒരു വാൽനട്ട്സിലും അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം പ്രോട്ടീൻ കണ്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഓൾ ടുഗദറായിട്ട് നമ്മൾ സ്കിൻ ഹെൽത്ത്, അതായത് ഹെയറിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തും ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. സ്കിന്നിൻ്റെ ടെക്സ്ചർ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ കൺസിസ്റ്റൻസി, അതേപോലെ തന്നെ ഹെയറിൻ്റെ ടെക്സ്ചർ, ഹെയർ എന്തെങ്കിലും ഡാൻഡ്രഫ്, ഡ്രൈനെസ് കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. സോ ഡയറ്റ് എടുക്കുന്ന ആളുകൾക്ക് വാൽനട്ട്സ് ഒരു ഈവനിങ് സ്നാക്സ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു 11 AM സ്നാക്സ് ആക്കിയിട്ടോ കഴിക്കാവുന്നതാണ്. എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങൾ അങ്ങനെ വാൽനട്ട്സ് അല്ലെങ്കിൽ നട്ട്സ് ഒന്നും പ്രിഫർ ചെയ്യേണ്ടതില്ല. അതേപോലെ തന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട് നമുക്ക് ഡേറ്റ്സ് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കാൻ പറ്റുമോ എന്ന്. എംപ്റ്റി സ്റ്റൊമക്കിൽ ഡേറ്റ്സ് എടുക്കരുത്. അതൊന്നെങ്കിൽ നിങ്ങളൊരു 11 o'clock സ്നാക്സ് ആക്കി കഴിക്കാം, അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്സ് ആക്കി കഴിക്കാവുന്നതാണ്. കാരണം ഡേറ്റ്സിൽ ധാരാളം സ്വീറ്റ്നേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് നല്ലപോലെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് നമ്മുടെ ബോഡിയിൽ ഒരു തരം ഇൻഫ്ലമേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട്. ഡേറ്റ്സിനോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ
വാൽനട്ട്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നട്ട്സ് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കോംപ്ലക്സ് ഫോമിൽ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. സോ ഇത്തരം ക്വാളിറ്റീസ് ഉള്ള വാൽനട്ട്സ് നിങ്ങൾക്ക് ഡെയിലി കഴിക്കാവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്